ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടേക്ക് ഇറ്റ് ഈസിയിൽ സംഭവിക്കാൻ പോകുന്നത് ഭാര്യയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഭർത്താവുമൊത്ത് ഔട്ടിങ്ങിന് പോകുമ്പോൾ ഏതു ഭാര്യയാണ് സന്തോഷവതിയാകാത്തത്? സ്വർഗത്തിലെ കട്ടുറുമ്പായി അയാൾ അവിടെ എത്തിയത് പെട്ടെന്നായിരുന്നു. ഒരു സെക്കൻഡ് എനിക്ക് പോക്കൊക്കെ കണ്ടിട്ട് ആളൊന്നും മിനിങ്ങിട്ടുണ്ടല്ലോ. സന്തോഷക്കടൽ സങ്കടക്കടലായ ഒരു ഹോട്ടൽ കഥ. ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ. ഇവനാണ് നടൻ. സാറിന് ചായ കാപ്പി ചായ എന്താ സാറേ പറഞ്ഞ കോഫി 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 ഉണ്ട് കോഫി ലൈം ജ്യൂസ് കഴിക്കാൻ വല്ലോ മാഡം മസാല ദോശ വേറെ എന്തെങ്കിലും അപ്പം കടലേ കടല കറി വേറെ കുടിക്കാൻ എന്തെങ്കിലും കുടിക്കാൻ വല്ല അതെ ദാസേട്ടൻ കഴിഞ്ഞ ആഴ്ച പോയി. ഇത് നിങ്ങൾ എപ്പോൾ ഇതൊന്ന് ഓർഡർ കൊടുത്തിട്ട് വരാം. ഓക്കെ പെട്ടെന്ന് ഇപ്പോൾ കൊണ്ടുവരാം. ഉണ്ണിയേട്ടാ ഇതെന്നെ വിഷയ ഞാനിവിടെ ഇത്രയായിരിക്കും ഒരു കമ്പനിക്കാരനെ നോക്കിയിരിക്കുവായിരുന്നു. അപ്പോൾ അവൻ വന്നില്ല, എന്നാൽ കഴിച്ചേക്കാന്ന് ഓർത്തുകൊണ്ട് പോകാൻ. അല്ല കണ്ണൂരിൽ നിന്ന് പോകുന്നപ്പോ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനൊരു 7 മണിക്കായി പോന്നാ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ട്. അപ്പോൾ അവന്മാരെ നോക്കിയിരിക്കാം. എത്ര നേരമായി? വന്നിട്ടുണ്ട്. എവിടെ ഉണ്ട്? ഇപ്പൊ കുറച്ച് കഴിഞ്ഞ് വരും എന്നാ പറഞ്ഞേ. അത് ഉണ്ണിയിടുന്ന ഒരു സെക്കൻഡ് ഉണ്ണിയിടുന്നു ഇപ്പൊ വരാം. ജസ്റ്റ് വരിട്ടോ നാട് വരെ കാര്യമൊന്നുമില്ല. ഇത് ന്യൂഇയറൊക്കെ ഇങ്ങ് വാ, ജസ്റ്റ് ഒന്ന് വാ പെട്ടെന്ന് വരാം. ചേച്ചിയോട് വേണമെന്ന് പറഞ്ഞേരും പെട്ടെന്ന്. പരിചയക്കാരല്ലേ? കൂട്ടുകാരാണോ? പുള്ളി ഇവിടെ വരാറുള്ള ആളാ. പുള്ളി ഇവിടെ ഇടയ്ക്ക് വരാറ്, ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ ആളാ. പേര് ബിൻഡോന്ന് അങ്ങനെ എന്താണ്.
കാറും കൊണ്ടാണോ പോയത്? ചേച്ചിക്ക് പരിചയമുള്ള അല്ലേ? ആ ചിലപ്പോൾ ഈ നിങ്ങൾ ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണ്. പുള്ളി ഇവിടെ വരാറുണ്ട് ഇടയ്ക്ക്, മറ്റേ പുള്ളി കാണാറുണ്ട് ചായ ഒക്കെ കുടിക്കാൻ. എന്തെങ്കിലും വെള്ളം അങ്ങനെ വല്ലോ? ആര് വന്നപ്പോഴോ? വന്നാള് ടെൻഷനിലായിരുന്നു. ചേട്ടൻ വല്ലതും എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നം? ആ പിന്നെ ലേപ്പൽ കണക്ട് ചെയ്യുക. നേരെ ഒരു 5 മിനിറ്റ് ഒന്ന് നമ്മളിവിടെ തന്നെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് തിരിച്ച് ചെന്ന് ഫിറ്റായിട്ട് അഭിനയിക്കുക. ചേച്ചി ഇവിടുന്ന് ചേട്ടനെ കണ്ട് നല്ല പരിചയമുണ്ട്. ഏഴൂരാണോ കണ്ട്? ആ രണ്ടുപേരും വന്നപ്പോൾ വീട് പത്തനംതിട്ടയാണ്. ഞങ്ങളിവിടെ കാക്കനാട് ഉണ്ടായിരുന്നു. ചേട്ടനെ കണ്ട് നല്ല പരിചയം. എന്ത് പുള്ളി എന്തെങ്കിലും സീരിയൽ എന്തെങ്കിലും ആണോ? അതെ. ഇവരറിയോ? അല്ല കണ്ട് പരിചയമുണ്ട്. അതെ, മറ്റേ ചേട്ടൻ വന്നപ്പോൾ ഞാൻ അപ്പോൾ തൊട്ട് ആലോചിക്കുള്ളൂ പറയുകയും ചെയ്തു. ഇവര് നമ്മുടെ പഴയ ആൾക്കാരാണ്, സ്ഥിരം തന്നെ ആൾക്കാരാണ്. ആയിരിക്കും അല്ലേ? ആണല്ലേ? അല്ല ഇപ്പൊ വരുമായിരിക്കും. വേറെ എനിക്ക് പോക്കൊക്കെ കണ്ടിട്ട്. അതെ വരുമായിരിക്കും. വേറെ വല്ലോ? അയ്യോ, കളമശ്ശേരിയിലുള്ള ആളാണ്. മറ്റേ കളമശ്ശേരിയിലുള്ള ആളാണ്. അറിയാവുന്ന ആളാട്ടോ. ഇവിടെ അറിയാവുന്ന ആളാ. ഇല്ല കുഴപ്പമില്ല, പുള്ളി അറിയാവുന്ന ആളാ. അവിടെ നിങ്ങളുടെ തൊട്ടിപ്പുറത്തിരിക്കുന്ന കപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് അവരെ എന്തെങ്കിലും കമൻ്റൊക്കെ പറയാം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, റെഡിയാണല്ലോ? ശരി, ബെസ്റ്റ് ഓഫ് ലക്ക്. നല്ലപോലെ ചെയ്യുക. ഓക്കെ. ഞാൻ നോക്കിയിട്ട് നോക്കണം. എവിടെയുള്ളവരല്ലേ നിങ്ങൾ? ഐസ്ക്രീം ആണോ? ആ ഇറങ്ങുമ്പോഴേക്കും മതിയാ? ആ ആ വേറെന്താ പുതിയ സിനിമകളൊക്കെ കാണാറുണ്ടോ? പഴയ പോലെ ആ വന്നല്ല.
മുഖമൊന്നും മിനിങ്ങിയിട്ടുണ്ടല്ലോ. വേറെ എടുക്കണോ? ഇതേ കാറിൽ നിന്ന് ഇറങ്ങി. ഇത് തന്നെ ഏട്ടാ, കണ്ടിട്ട് അങ്ങനെ തോന്നണേട്ടാ. ആള് മഞ്ഞടാ, അതന്നെ ചേച്ചി. ഇനിയിപ്പോ അമ്പലത്തിൽ പോണ എങ്ങനെ? എന്താ നമ്മുടെ ഹോട്ടലല്ലേ, നമ്മുടെ ഹോട്ടലിൽ നമുക്ക് എന്ത് വേണം ചെയ്യാൻ പാടില്ല. എന്താ കുഴപ്പം? ആ പോവാ. ഓക്കെ. ആര്? അത് ആരെയും വിളിച്ചോണ്ട് എന്തിനാണ്? പോവാ. അടിച്ചു പോയി, അത് വിട്. ചേച്ചി ഇവിടെ ഒറ്റക്കാക്കിട്ട് പുള്ളി കൊണ്ടുപോയി. അതാരോ കരയില്ലേ പോവാടാ. എന്തെന്ന് ഇരിക്കാൻ തന്നെ ഇരിക്കവരെന്താ തന്നെ എനിക്ക് എന്തെങ്കിലും ഭക്ഷണം തന്നെ. ചേച്ചി ഇരുന്നോ, ചേട്ടനും ഇരുന്നോ, നിങ്ങളിരിക്കേ. അതാരത് നിങ്ങൾക്കറിയോ? നിങ്ങൾ വേറല്ലോ ഇവിടുത്തെ. ആര്? പുള്ളിയാ? അല്ലെ, പുള്ളി ഇവിടെ ഇടയ്ക്ക് ചായ കുടിക്കാൻ ചായ കുടിക്കാൻ പറഞ്ഞ ആളാണ്. ചായ കുടിക്കാൻ വന്ന ആളാ? ആ, എനിക്ക് എന്താണെന്ന് അറിയാൻ പോലെ മോനെ. അല്ല, പുള്ളിനെ ഒരാൾ വന്ന് വിളിച്ചു കൊണ്ടുപോയി. എന്നൊരാള് വിളിച്ചിട്ട് പോയി. എന്തോ തങ്ങളെ വണ്ടിയിൽ വെച്ച്. ആരാന്ന് അറിയാൻ പാടില്ല മോനെ. എനിക്കറിയാൻ പാടില്ല. ഉണ്ണീന്ന് പറഞ്ഞു വന്ന് ആരാ പറഞ്ഞിട്ട് എനിക്കറിയാവോ? അല്ല, ഇവിടെ ഇടയ്ക്ക് ചായ കുടിക്കാൻ പറ്റുന്ന പുള്ളിയാ. പുള്ളി ഉണ്ണിച്ചാടാന്ന് പറഞ്ഞിട്ട് പുള്ളിനെ പരിചയപ്പെട്ട്. നിങ്ങൾക്ക് ആളറിയോ? ആളിവിടെ ഇടയ്ക്ക് ചായ കുടിക്കാൻ പറ്റാണ്. നമ്മള് അങ്ങനെ ചായ കുടിക്കാൻ ഇടയ്ക്ക് കാണാറുണ്ട്. അല്ല, ബാബ ഒന്ന് നോക്കിയത് ചേട്ടാ, വെള്ളം, ചായ. പറ്റിയപ്പോ എന്ത് ചെയ്യാനെന്ത് ഞാൻ ഇത് വിളിച്ചോണ്ട് എനിക്ക് എന്ത് പരിചയക്കാരനെ പോലെ തോന്നി. അല്ല ചേട്ടാ, ചേട്ടൻ പരിചയമുള്ള ആളല്ലേ? അല്ലേ ചേച്ചി, കുഴപ്പമില്ല. ഒരു വണ്ടിയിലോട്ട് ആ കാറിനകത്തോടൊരു സാധനം തന്നു കഴിച്ചു. എന്ത് സാധനം എനിക്കറിയാൻ പാടില്ല. ആ ഒരു ഇഷ്ടം പോലെയുള്ള ഒരു കാര്യങ്ങളും കഴിക്കാൻ വല്ലതും തോന്നാം. വിശപ്പ് വല്ലതും ഉണ്ടോ? കഴിക്കാൻ എന്തെങ്കിലും എടുക്കണം? കഴിക്കാൻ വേണ്ട. വേണ്ടേ? അല്ല, ഇവിടെ കണ്ടിട്ടുണ്ട്, പക്ഷെ ആളറിയില്ല. അല്ല, ഇവിടുത്തെ വേറൊന്നല്ല, എനിക്കറിയാം. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ഇവിടെ ഇടയ്ക്ക് ചായ കുടിക്കാൻ പറ്റുന്ന ആളാ. അല്ല, ചേട്ടന് പരിചയമുണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ചേച്ചിയുടെ അപ്പം പറയുകയും ചെയ്താ. അല്ല, ഉണ്ണിച്ചേട്ടാന്നും പറഞ്ഞ് വിളിച്ച് പിന്നെ പോകണ്ടേ? അല്ല അല്ല, അത് കുഴപ്പമുണ്ടോ? ഇങ്ങനെ ഇപ്പൊ കുഴപ്പമില്ല, ഒത്തിരി മാറി. അല്ല, എന്തെങ്കിലും കുടിക്കാൻ നാരങ്ങ വെള്ളോ? വേണ്ട വേണ്ട. ചേച്ചിക്ക് വല്ലതും വേണം? അപ്പോൾ കുഴപ്പമില്ല ചേച്ചി. ലൈം ജ്യൂസ് അങ്ങനെ വല്ല? ചായ മതി.
ചായ മതി ചായ മതി അത് കുഴപ്പമില്ല. ചായ കുടിച്ച പ്രശ്നമാവും. ഏയ്. ചേച്ചിക്ക് വല്ലതും കഴിക്കാനോ? കുഴപ്പമില്ല. പിന്നെ ചേച്ചി പറഞ്ഞു ഇവിടെ, ചേച്ചി പറഞ്ഞ് ആള് വെച്ചാണ്. ഞാൻ വിചാരിച്ചു ഈ പുള്ളിക്ക് പരിചയമുള്ള ആളാണ്. ഇടയ്ക്ക് ഇവിടെ വന്ന് എപ്പോഴും ചായ മാത്രം കുടിക്കുള്ളൂ. ഭക്ഷണമൊന്നും കഴിക്കില്ല, ചായ മാത്രം കുടിച്ചിട്ട് പുള്ളി പോകും. ചേട്ടൻ ഇടയ്ക്ക് എന്നെ എന്തിനാ അറിയാം? ഞാൻ ഇടക്ക് വരാറുണ്ട്, പക്ഷെ ഇത് അറിയില്ലല്ലോ നമുക്ക്. അതെ, എങ്ങാട് നിന്നെ എന്റെ ഉണ്ണിക്ക അല്ല, നമുക്ക് അത്ര നമുക്ക് പലരും ഇവിടെ വരാറുണ്ട്. നമ്മൾ വെച്ച പുള്ളി ചായ മാത്രം കുടിക്കുള്ളൂ. പുള്ളി ആരാന്ന് ഒരു ഐഡിയ ഇല്ല. ഒരു ഐഡിയ ഇല്ല. ഞാൻ ചേട്ടൻ പരിചയമുള്ള ആണോ? കണ്ടിട്ടുണ്ട്. ഇതിപ്പം ഇതെനിക്ക് പണിയാന്നാ. ഞങ്ങള് ചോറ്റാനിക്കര അമ്പലത്തിൽ പോകാൻ വേണ്ടി വന്നതാ. പോവാൻ പോണുള്ളൂ. പോവാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ ഇവർക്ക് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെയിറ്റ് എന്തെങ്കിലും കഴിക്ക്, എന്നിട്ട് നമുക്ക് പോയിട്ട് തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നതാ. പോട്ടെ, കുഴപ്പമില്ല. ചേട്ടൻ വല്ലതും വേണോ? ആ കുഴപ്പമില്ല. ഏയ്. എനിക്കറിയാൻ പാടില്ല. അതൊക്കെ പറഞ്ഞപ്പോ ആരോട് പറയാൻ, അവൻ വിളിച്ചു, ഞാൻ പോയി, അത്രേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? എന്ത് വീണേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇവിടെയൊക്കെ ഭയങ്കര പ്രശ്നോടാ. എന്താണ് പ്രശ്നം? വേണ്ട വിട് വിട്. ഞാൻ പോട്ടെ. ഒരു കൂട്ടുകാരും പോയി. വേണ്ട വിട്ട്. എടാ ഇല്ല, ഇവൻ പുതിയ റോഡിലുള്ളന്നേ. എന്നിട്ട് പിന്നെ ആ പുതിയ റോഡിലുള്ള ഇരിക്കണ അറിയോ? ആര്? ആ ഇവരെല്ലാവരും ക്രൗഡാണ്. നിനക്ക് വേണ്ടി വന്നതാണെന്ന് ചോറ്റാനിക്കരക്ക്. ഓക്കെ, ചോറ്റാനിക്കര കൊണ്ടുപോകും, വിഷമിക്കണ്ട. അതുകൊണ്ട് തീർച്ചയായിട്ടും. അയ്യോ, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം നിനക്ക് മനസ്സിലാവുന്നുള്ളതായിരുന്നു എൻ്റെ പേടി. അതൊക്കെ സംഭവം നമ്മൾ ചെയ്തു. പോകാൻ പോയിട്ട് പറഞ്ഞു, ആ ഉണ്ണി ഒപ്പറല്ലേ കരയില്ലേന്ന് പറഞ്ഞു. കരയാതിരിക്കാൻ പറ്റുമോ? ആദ്യം ഒന്ന് പരിചയപ്പെടല്ലേ പേര്? എൻ്റെ പേര് ഉണ്ണി. ഇപ്പം റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളും പിന്നെ ട്രാവൽസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. പിന്നെ സൗമ്യ ഡാൻസ് ടീച്ചറാണ്. എടപ്പള്ളി എലമെന്റ് സ്കൂളിൽ. വീട് എവിടെയാണ്? ഏലൂര്. ഇപ്പോഴും എനിക്ക് കരച്ചിൻ്റെ ഒരു ഇത് മാറിയിട്ടില്ല. അതാ കരഞ്ഞപ്പോഴേ തലയ്ക്കൊക്കെ ഒരു ഇല്ല, അത് മാറിക്കോളും, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ എന്നെ പറ്റിയിട്ടല്ലോ നോക്കുമ്പോഴാണ്. ഇത് കുറെ നാളുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. കുറെ കാലമായിട്ട് പറഞ്ഞ ആർക്കിട്ടോ പണി കൊടുക്കണം, അത് എനിക്കിട്ടാണെന്ന് വിചാരിച്ചു. അല്ലാതെ തന്നെ ഇന്ന് ഞങ്ങൾ വെളിയിൽ നിന്ന് പറഞ്ഞു വിട്ടായിരുന്നു. പതുക്കെ ചെന്നൊക്കെ തുടങ്ങിയിട്ട്
അവസാനം കുറച്ച് അലമ്പിയാണ് ഇദ്ദേഹം വന്നപ്പോഴേ തുടങ്ങി പരിപാടി. ഇത് വന്നപ്പോൾ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ ഞാൻ എനിക്ക് വിളിച്ചോണ്ട് പോയപ്പോഴേ ടെൻഷൻ എന്നെ വിളിച്ചോണ്ട് പോയപ്പോ തന്നെ ഇവക്ക് ടെൻഷനായി. ഇത് ആരാ വിളിച്ചോണ്ട് പോണത്, എന്നെ കൊണ്ട് കൊടുക്കാനാണോ, പ്രശ്നമായി. ഇത്തിരി വിറവലൊക്കെ ഞാൻ എന്തോ പ്രശ്നമുണ്ട്. അതാ എന്നാലും കണ്ടാൽ തന്നെ ഒരു ഇപ്പോഴത്തെ ഒരു മറ്റേ ഇതിന്റെ ഒക്കെ ലുക്ക്. അപ്പൊ ഞാൻ പേടിച്ചു. വിളിച്ചോണ്ട് പോയപ്പോഴേ തന്നെ ഇവിടെ ഇരുന്നിട്ട് ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ ഫുള്ള് എവിടെ അതാണ് ഞാൻ അവിടെ വെച്ച് പറഞ്ഞത്. എനിക്ക് പെട്ടെന്ന് പോകണം, മിക്കവാറും പുറത്തേക്ക് ഇറങ്ങി വരും ആള്. പുറത്തിറങ്ങി പുറത്തിറങ്ങാൻ പറ്റൂല. ഞാനിവിടെ ഇറങ്ങിയുള്ള പൈസ കൊടുത്തിട്ടില്ല. പൈസ കൊടുക്കണല്ലോ. അതുകൊണ്ട് ഞാൻ ഓർത്ത് ഇവിടെ തന്നെ ഇരിക്കും. അപ്പൊ പുറകിൽ അവിടെ നിന്ന് ചേട്ടനും പറഞ്ഞു പരിചയമുണ്ട് നല്ല. അപ്പൊ എനിക്കൊരു ധൈര്യമായി, ഒരാളൂടെ ഉണ്ടല്ല അറിയാം. പിന്നെ അങ്ങനെ ഇരുന്ന് ഇത് നോക്കിയപ്പോ കാറിൽ കയറണുണ്ട്. അപ്പൊ തോന്നി വന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ട് നടന്നു വന്നപ്പോ എനിക്ക് മനസ്സിലായി ആള്. ഞാനത് എങ്ങനെ വീട്ടിൽ പോകും ഇത് എന്തായിരുന്നു എനിക്ക്. അവസാനമൊക്കെ ഇപ്പൊ എന്തായിരുന്നു ടെൻഷൻ? അയ്യോ എന്നെ ആശുപത്രി കൊണ്ടുപോകുന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇങ്ങനെ ആശുപത്രി പോകാറുണ്ട്. ഞാനത് എങ്ങനെ ഇവിടുന്ന് ആശുപത്രി കൊണ്ടുപോകും, ഇത് എന്തെന്നാ കഴിച്ചു, അവിടെ ചെന്ന് എന്ത് പറയും, ഈ ടെൻഷനൊക്കെ ആയിപ്പോയി. പിന്നെ പോവാൻ തന്നെ കണ്ടപ്പോ സമാധാനമായി, ഒരാള് കൂടെ ഉണ്ടല്ലോ എന്ന്. എന്തായാലും ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ കാണാൻ നന്നായി. വളരെ സന്തോഷം. ശരി, താങ്ക് യു. വളരെ വളരെ സന്തോഷം. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. കൂടുതൽ സർപ്രൈസുകളുമായി അടുത്ത ആഴ്ച ടേക്ക് ഇറ്റ് ഈസിൽ വീണ്ടും കാണാം.